സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സനോഫ സുൽത്താന. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാനിവിടെ കൊച്ചി ബ്രാഞ്ചിലാണ് മെഡിക്കൽ കോഡിംഗ് കംപ്ലീറ്റ് ചെയ്തത്. എങ്ങനെയാ മെഡിക്കൽ കോഡിംഗ് ട്രാൻസ്ഫോഴ്സിലേക്ക് എത്തിപ്പെടാൻ എങ്ങനെയായിരുന്നു? ഞാൻ UG പഠിക്കുന്ന ടൈമിൽ ഞങ്ങൾക്ക് വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു വെബിനാർ ഉണ്ടായിരുന്നു മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ചിട്ട്. ദെൻ അപ്പൊ ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ കൂടി തീരുമാനിച്ചു, ഓക്കെ നമുക്ക് മെഡിക്കൽ കോഡിങ്ങിന് പോവാം, ബിക്കോസ് ജോബ് ഓപ്പർച്യൂണിറ്റീസും എല്ലാം കൂടുതലാണ്, പിന്നെ പഠിക്കാൻ ഈസിയാണെന്നൊക്കെ കേട്ട് പെട്ടെന്ന് കഴിയണ കോഴ്സാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഓക്കെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ സെർച്ച് ചെയ്തു. അങ്ങനെ ക്ലാസ് ഞങ്ങൾ ട്രാൻസ്ഫേഴ്സിലെത്തി. ഓക്കെ, എങ്ങനെ ട്രെയിനിങ്ങിനെ പറ്റി ഒന്ന് പറയാമോ? ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ട്രെയിനിങ്ങിന്റെ? ട്രെയിനിങ് ഞങ്ങൾക്ക് നല്ല ട്രെയിനിങ് ആയിരുന്നു. ബിക്കോസ് ഞാനൊരു നോൺ ലൈഫ് സയൻസ് സ്റ്റുഡന്റ് ആണ്. ഞാൻ BSc ഫിസിക്സ് ആയിരുന്നു. അപ്പോ എനിക്ക് ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കാരണം അനാട്ടമി ആയിട്ട് കുറെ നാളായിട്ട് ടച്ച് ഒന്നും ഇല്ല. അപ്പൊ അതിന്റെ ഒരു പേടി ഉണ്ടായിരുന്നു. ബട്ട് ഓക്കെ ആയിരുന്നു. ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് തന്നെ ഫസ്റ്റ് ഞങ്ങൾക്ക് അനാട്ടമിയുടെ ബേസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ദെൻ എന്നിട്ടാണ് ഞങ്ങൾക്ക് ICD ബേസിക് കോഡും കാര്യങ്ങളും CPT ഒക്കെ എടുത്തത്. സോ ഞങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഇന്റർവ്യൂവിനെ പറ്റി? ഇന്റർവ്യൂ ഞാനിതപ്പോ ജസ്റ്റ് അറ്റൻഡ് ചെയ്തുള്ളൂ. ഫസ്റ്റ് ഇന്റർവ്യൂ ആണോ? യെസ്, ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നോ? സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. ഓബ്വിയസ്ലി ഉണ്ടായിരുന്നു, ബട്ട് കുഴപ്പമില്ല, ഈസി ആയിരുന്നു. ഞങ്ങൾക്ക് മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് അസസ്മെന്റ് റൗണ്ടിൽ വന്നത്. ഇന്റർവ്യൂവിനെ പറ്റി ഓവറോൾ എല്ലാ കാര്യങ്ങളും? ട്രാൻസ്ഫേഴ്സിനെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. എന്റെ ഫ്രണ്ട്സ് ഇനി ആരെങ്കിലും മെഡിക്കൽ കോഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ട്രാൻസ്ഫേഴ്സ് റെക്കമെൻഡ് ചെയ്യും. Thank you. All the best. Thank you, ma'am. ജോലി, ഉയർന്ന ശമ്പളം, job ready courses from Transource.